വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് 28-ലെ അഡീഷണൽ പ്രോബ്ലംസ് 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ 4th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. സോ ദ 4th ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 100 as the sum of the first 4 terms. ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 ലഭിക്കുന്ന 4 അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എക്സ് ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം വിൽ ബി എക്സ് പ്ലസ് കോമൺ ഡിഫറൻസ്. ലെറ്റ് കോമൺ ഡിഫറൻസ് ബി ഡി. സോ നെക്സ്റ്റ് ടേം എക്സ് പ്ലസ് ഡി ആയിരിക്കും. നെക്സ്റ്റ് ടേം എക്സ് പ്ലസ് 2d ആയിരിക്കും. 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ആൻഡ് ദ ഫോർത്ത് ടേം വിൽ ബി എക്സ് പ്ലസ് 3d. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ 4 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d പ്ലസ് എക്സ് പ്ലസ് 3d ഈക്വൽസ് ടു 100. ദാറ്റ് ഈസ് 4x പ്ലസ് 6d ഈസ് 100. ഈ ഒരു ഇക്വേഷന് ഫർദർ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്, കാരണം ഇതിലെ എല്ലാ ടേംസിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. സോ നമുക്ക് ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓരോ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫർദർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ലഭിക്കുകയാണ്. ദാറ്റ് ഈസ് 2x പ്ലസ് 3d ഈക്വൽ ടു 50. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ 2 വേരിയബിൾസ് ആണുള്ളത്. സോ 2 വേരിയബിൾസ് ഉള്ള ഒരു സിംഗിൾ ഇക്വേഷൻ വെച്ച് നമുക്ക് വേരിയബിൾസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണ്, നമുക്ക് ഇതിലേതെങ്കിലും ഒരു വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ ലഭിക്കും. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് 4 അരിത്തമാറ്റിക് സീക്വൻസസ് ആണ് വേണ്ടത്. സോ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഡിക്കാണ് ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ ഡിക്ക് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. ഡിക്ക് 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് എന്തായി മാറും നമുക്ക് നോക്കാം. 2x പ്ലസ് ഇവിടെ ഡിക്ക് 2 കൊടുക്കുമ്പോൾ 3 × 2 എന്ന് പറയുന്നത് 6 ആണ്, ഈക്വൽ ടു 50 എന്ന് ലഭിക്കും. ദെർഫോർ എക്സ് ഈക്വൽ ടു 50 മൈനസ് 6 എന്ന് പറയുന്നത് 44 ആണ്. 44 ഡിവൈഡഡ് ബൈ 2. That is value of x will be 22. So d ക്ക് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പോൾ x 22 ആയി, അതായത് ഫസ്റ്റ് ടേം 22. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം 22ഉം കോമൺ ഡിഫറൻസ് 2 വരും, അതായത് 22 പ്ലസ് 2 ഈസ് 24, 24 പ്ലസ് 2 ഈസ് 26, 26 പ്ലസ് 2 ഈസ് 28. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 100 ആയിരിക്കും. ഇനി അതുപോലെ നമുക്ക് ഡിക്ക് ഓരോ വാല്യൂസ് കൊടുക്കാം. ഞാൻ ഡിക്ക് 4 കൊടുക്കുവാണ്. ദെൻ എക്സ് വിൽ ബി 19. സോ ആ സീക്വൻസ് എങ്ങനെയായിരിക്കും, 19, 23, 23 പ്ലസ് 4, 27, 27 പ്ലസ് 4, 31. സോ ഇത് ഫസ്റ്റ് സീക്വൻസ് നമുക്ക് ലഭിച്ചു. ഇത് സെക്കൻഡ് സീക്വൻസ്. അതുപോലെ ഇനി ഡിക്ക് ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ അടുത്ത ഡിക്ക് വാല്യൂ 6 കൊടുക്കുവാണ്. സോ ദെൻ ഐ വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 16 ആൻഡ് ദ സീക്വൻസ് വിൽ ബി ഫസ്റ്റ് ടേം 16, പിന്നെ കോമൺ ഡിഫറൻസ് 6 ആഡ് ചെയ്ത് പോകണം. സോ 16, 22, 28, 34. അങ്ങനെ നമുക്ക് തേർഡ് സീക്വൻസ് ലഭിച്ചു. ഇനി എനിക്ക് ഡിക്ക് 8 കൊടുക്കാം, 10 കൊടുക്കാം. ഞാനിവിടെ 10 കൊടുക്കുവാണ്. ഡിക്ക് 10 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എനിക്ക് 10 എന്ന് ലഭിക്കും. ഈ ഇക്വേഷനിലാണ് ഞാൻ ഡിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് എക്സിൻ്റെ വാല്യൂ 10 എന്ന് ലഭിക്കുന്നത്. സോ ദ ഫസ്റ്റ് ടേം വിൽ ബി 10 ആൻഡ് ദ സെക്കൻഡ് ടേം വിൽ ബി 10 പ്ലസ് 10, 20, 20 പ്ലസ് 10, 30, 30 പ്ലസ് 10, 40. അങ്ങനെ ഫോർത്ത് ഇക്വേഷനും കിട്ടി. അങ്ങനെ ഞാനിവിടെ 4 അരിത്തമെറ്റിക് സീക്വൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ആദ്യത്തെ 4 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇവിടെ ഞാൻ ഡിക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് 4 സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി അതിന് പകരം വേണമെങ്കിൽ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെയും സീക്വൻസ് എഴുതാവുന്നതാണ്. ഇതിപ്പോൾ 4 എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഡിക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അത്രയും നമ്പർ ഓഫ് സീക്വൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. ആ 5th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് ടേം 30 ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഈസ് 300. അതായത് താഴെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പോലെയുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേം 30 ആണ്, അതായത് ആദ്യത്തെ ടേം 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് 300. ആദ്യത്തെ 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 300 ആണ്. സോ ഈ 2 കാര്യങ്ങൾ ഗീവൺ ആണ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു 30 ഫസ്റ്റ് ടേം. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അതായത് S3 എന്ന് പറയുന്നത് 300 ആണ്. ഇത് രണ്ടും ഗിവൺ ആണ്. ഇവിടെ 3 ടേംസിൻ്റെ സമ്മാണ് 300. അതുകൊണ്ട് തന്നെ ഞാൻ മിഡിൽ ടേം എക്സ് എന്നും എക്സിന് മുന്നേ ഉള്ള ടേം എക്സ് മൈനസ് ഡി, കോമൺ ഡിഫറൻസ് ആണ് ഡി. അതുപോലെ എക്സിന് ശേഷമുള്ള ടേം എക്സ് പ്ലസ് ഡിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മ് 300 ആണ്. നമുക്കറിയാം 3 ടേംസിൻ്റെ സമ്മ് 300 ആണ് എങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 3 ആണ് 300. അതായത് 3 ടൈംസ് മിഡിൽ ടേം എക്സ് ആണ്. 3 ടൈംസ് എക്സ് ആണ് ഈ 3 ടേംസിൻ്റെ സമ്മായ 300 എന്ന് പറയുന്നത്. സോ 3x is equal to 300. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം എക്സ് വിൽ ബി 300 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 100. സോ നമുക്ക് മിഡിൽ ടേം 100 എന്ന് ലഭിച്ചു. എക്സ് 100 ആണ്. ഫസ്റ്റ് ടേം ഓൾറെഡി ഗീവൺ ആണ് 30. സോ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 100 മൈനസ് 30 ആണ്. ദാറ്റ് ഈസ് 70. സോ കോമൺ ഡിഫറൻസ് നമുക്ക് ലഭിച്ചു. സോ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം വിൽ ബി 30 പ്ലസ് കോമൺ ഡിഫറൻസ് 70, ദാറ്റ് ഈസ് 100. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് സെക്കൻഡ് ടേം. ആൻഡ് ദ നെക്സ്റ്റ് ടേം വിൽ ബി 100 പ്ലസ് 70, ദാറ്റ് ഈസ് 170. സോ ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് നമ്മൾ എഴുതി. ഇനി 5th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് ടേം 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. അതായത് മുകളിലത്തെ ക്വസ്റ്റ്യന് സിമിലർ ആണ്, പക്ഷേ മുകളിൽ 3 ടേംസിൻ്റെ സമ്മായിരുന്നു 300 എങ്കിൽ ഇവിടെ 4 ടേംസിൻ്റെ സമ്മാണ് 300 എന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 30 ആണ്. അതുപോലെ S4 സം ഓഫ് 4 ടേംസ് ആണ് 300 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ടേംസ് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേമിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സെക്കൻഡ് ടേം വിൽ ബി എക്സ് പ്ലസ് ഡി, ഡി കോമൺ ഡിഫറൻസ് ആണ്. ആൻഡ് ദ തേർഡ് ടേം വിൽ ബി എക്സ് പ്ലസ് 2d. ആൻഡ് ദ ഫോർത്ത് ടേം വിൽ ബി എക്സ് പ്ലസ് 3d. സോ ഇവിടെ ഈ 4 ടേംസിൻ്റെ സമ്മ് 300 ആണ്. ഇവിടെ എത്ര പെയർ ഓഫ് ടേംസ് ആണുള്ളത്? സി ഇവിടെ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ. ഇവിടെ 4+1 എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ സെക്കൻഡ് പൊസിഷനിലെയും തേർഡ് പൊസിഷനിലെയും ടേംസിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ 2 + 3 5. സോ ഈ 2 പെയർ ഓഫ് ടേംസിൻ്റെയും പൊസിഷൻ്റെ സം ഈക്വൽ ആയതുകൊണ്ട് തന്നെ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഹിയർ ടോട്ടൽ സം 300 ആണ്. അങ്ങനെ 2 പെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എക്സ് പ്ലസ് 3d, അതായത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 300 ഡിവൈഡഡ് ബൈ 2 എന്ന് ലഭിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 150. ദാറ്റ് ഈസ് 2x പ്ലസ് 3d ഈക്വൽ ടു 150 എന്ന് ലഭിക്കുകയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അത് ഓൾറെഡി ഗീവൺ ആണ് 30 എന്ന്. സോ അങ്ങനെയാണെങ്കിൽ എക്സിന് 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × 30 എന്ന് പറയുന്നത് 60 ആണ്. 60 പ്ലസ് 3d ആണ് 150. Therefore, we will get d equal to 150 minus 60 divided by 3. That is 90 by 3, which is equal to 30. So, നമുക്കിവിടെ കോമൺ ഡിഫറൻസ് d 30 എന്ന് ലഭിച്ചു. ഫസ്റ്റ് ടേം 30 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ടേംസ് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ഫസ്റ്റ് ടേം 30,
Second term will be 30 plus common difference 30, that is 60, and third term will be 60 plus 30, that is 90. So അങ്ങനെ നമ്മൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് എഴുതി. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. അതായത് ആദ്യത്തെ ടേം എഫ് എന്ന് പറയുന്നത് 30 ആണ്. അതുപോലെ S5 ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മാണ് 300. S5 is equal to 300. സോ ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ് 300 എന്ന് നൽകിയിട്ടുള്ളത്. സോ ഇവിടെ 5 ടേംസ് ആണ്. ഞാൻ മിഡിൽ ടേമിനെ എക്സ് എന്ന് എടുക്കുകയാണ്. എക്സിന് ശേഷം വരുന്ന ടേം എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ഡിക്ക് ശേഷം വരുന്ന ടേം എക്സ് പ്ലസ് 2d ആയിരിക്കും. അതുപോലെ എക്സിന് മുന്നേ ഉള്ള ടേം എന്ന് പറയുന്നത് എക്സ് മൈനസ് ഡി ആയിരിക്കും. എക്സ് മൈനസ് ഡിക്ക് മുന്നേ ഉള്ളത് എക്സ് മൈനസ് 2d ആയിരിക്കും. ഡി കോമൺ ഡിഫറൻസ് ആണ്. സോ ഇവിടെ നമുക്കറിയാം 5 ടേംസിൻ്റെ സമ്മാണ് 300 എങ്കിൽ 5 ടൈംസ് ദ മിഡിൽ ടേം 5x ആണ് 300 എന്ന് പറയുന്നത്. therefore എക്സ് മിഡിൽ ടേം എക്സ് എന്ന് പറയുന്നത് 300/5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60. സോ നമുക്ക് മിഡിൽ ടേം 60 എന്ന് ലഭിച്ചു. അതുപോലെ എഫ് എന്ന് പറയുന്നത് 30 ആണ്. നമുക്കറിയാം എഫ് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എന്താണ്? എക്സ് മൈനസ് 2d അല്ലേ? സോ എക്സ് മൈനസ് 2d ഈക്വൽ ടു 30. ആൻഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. ദാറ്റ് ഈസ് 60 മൈനസ് 2d ഈക്വൽ ടു 30. വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇവിടെ 60 മൈനസ് 30 റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 30 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുവാണ്. അപ്പം മൈനസ് 30 ആവും. അതുപോലെ മൈനസ് 2d ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മൈനസ് 2dയെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2d ആവും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് 60 മൈനസ് 30 ഈക്വൽ ടു 2d. അങ്ങനെയാണെങ്കിൽ 2d ഈക്വൽ ടു 30 എന്ന് ലഭിക്കും. ആൻഡ് d ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 15. നമുക്കങ്ങനെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 15 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഓൾറെഡി ഗീവൻ ആണ് 30 ആൻഡ് സെക്കൻഡ് ടേം വിൽ ബി 30 പ്ലസ് 15, ദാറ്റ് ഈസ് 45. ആൻഡ് ദ തേർഡ് ടേം വിൽ ബി 45 പ്ലസ് 15, ദാറ്റ് ഈസ് 60. അങ്ങനെ നമ്മൾ ആദ്യത്തെ 3 ടേംസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ്. ഫസ്റ്റ് ടേം 30 ആണ്. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 300. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേം അതായത് S6 എന്ന് പറയുന്നത് 300ഉമാണ്. ഇവിടെ നമുക്ക് 6 നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിനെ എക്സ് എന്ന് എഴുതാം. സെക്കൻഡ് ടേം വിൽ ബി എക്സ് പ്ലസ് കോമൺ ഡിഫറൻസ് ഡി. തേർഡ് ടേം വിൽ ബി എക്സ് പ്ലസ് 2d. And fourth term will be x plus 3d. Fifth term x plus 4d. And finally the sixth term is x plus 5d. So ഇതാണ് 6 ടേംസ്. ഇവിടെ നമുക്ക് എത്ര പെയറാണുള്ളത്? ഇത് ഒരു പെയർ, ഇത് രണ്ടാമത്തെ പെയർ, ഇത് മൂന്നാമത്തെ പെയർ. അങ്ങനെ നമുക്ക് 3 പെയറാണുള്ളത്. സോ ഈ ഓരോ പെയറിൻ്റെ സമ്മ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പെയർ അതായത് ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 5d എന്ന് പറയുന്നത് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് പെയർസ് ആണ്? 3 പെയർസ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2x പ്ലസ് 5d ഈക്വൽ ടു 300/3, ദാറ്റ് ഈസ് 100. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30 ഗീവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ 60 പ്ലസ് 5d ഈക്വൽ ടു 100 ആൻഡ് d ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് ലഭിച്ചു. സോ കോമൺ ഡിഫറൻസ് d 8 എന്ന് ലഭിച്ചു. ഫസ്റ്റ് ടേം 30 ഗീവൺ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ടേംസ് എഴുതാൻ സാധിക്കില്ലേ? സോ ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് സെക്കൻഡ് ടേം വിൽ ബി 30 പ്ലസ് 8, ദാറ്റ് ഈസ് 38, ആൻഡ് ദ തേർഡ് ടേം വിൽ ബി 38 പ്ലസ് 8, ദാറ്റ് ഈസ് 46.
Next question number 6 ആണ്. Sum of the first 5 terms of an arithmetic sequence is 150 and sum of the first 10 terms is 550. Then what is the third term of the sequence? What is the eighth term? And what are the first 3 terms of the sequence? So ഇങ്ങനെ 3 പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് ഗീവൺ ആയിട്ടുള്ളത് ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് 150 എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 10 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 550. ഈ 2 കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്കപ്പോൾ ടേംസിനെ x1, x2, x3, x4, x5, x6, x7, x8, x9 ആൻഡ് x10 ഇങ്ങനെ 10 ടേംസ് ആണുള്ളത്. ഇതിൽ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ്, അതായത് x1 to x5 എന്ന് പറയുന്നത് 150 എന്ന് ഗീവൺ ആണ്. അതുപോലെ ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മ്, അതായത് x1 to x10 ഇതെന്ന് പറയുന്നത് 550 ആണ്. സോ ഈ 2 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു 5 ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 5 times x3 ആണ് 150 എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് തേർഡ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് x3 ഈക്വൽ ടു 150 by 5 ഈക്വൽ ടു 30. അങ്ങനെ നമ്മൾ x3 ഫൈൻഡ് ഔട്ട് ചെയ്തു 30 ആണെന്ന്. അതാണ് ഫസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ അങ്ങനെ നമ്മൾ x3 30 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് 5 ടേംസിൻ്റെ സം 150 ആണ്. ഫസ്റ്റ് 10 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 550 ആണ്. അങ്ങനെയാണെങ്കിൽ x6 to x10, അതായത് 6th ടേം മുതൽ 10th ടേം വരെ ഉള്ളതിൻ്റെ സം എന്ന് പറയുന്നത് ഈ ടോട്ടൽ 550യിൽ നിന്നും ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സമ്മ് ലഭിക്കും. അതായത് x6 മുതൽ x10ൻ്റെ സമ്മ് എന്ന് പറയുന്നത് ടോട്ടൽ സമ്മ്, അതായത് 550യിൽ നിന്നും 150 കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് 550 മൈനസ് 150 എന്ന് പറയുന്നത് 400 ആണ്. സോ ഈ x6 മുതൽ x10 വരെയുള്ള ടേംസിൻ്റെ സമ്മ് നമുക്ക് 400 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? മിഡിൽ ടേം x8 ഇൻറ്റു 5 ആണ് 400 അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് 5 ഇൻറ്റു x8 ആണ് 400 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് 8th ടേം x8ൻ്റെ വാല്യൂ എത്രയെന്ന് ലഭിക്കും? 400 by 5 which is equal to 80. സോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ 8th ടേം? അങ്ങനെ നമ്മൾ 8th ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു, തേർഡ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്തു, 8th ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. സി ഇവിടെ തേർഡ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ തേർഡ് ടേം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 30. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ x8 എന്ന് പറയുന്നത് 80 ആണ്. അതായത് ഫസ്റ്റ് ടേം പ്ലസ് 7 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് x8ൻ്റെ ഫോമുല. സോ ഫസ്റ്റ് ടേം പ്ലസ് 7 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 80. സോ ഇത് ഇക്വേഷൻ 2. നൗ വി വിൽ ഡു ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അങ്ങനെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 5d ഈക്വൽ ടു 50 എന്ന് ലഭിക്കുകയാണ്. അതായത് ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുകയാണ്. f മൈനസ് എഫ് എന്ന് പറയുന്നത് 0 ആണ്. 7d മൈനസ് 2d 5d ആണ്. 80 മൈനസ് 30 ഈസ് 50. അങ്ങനെ 5d ഈക്വൽ ടു 50 എന്ന് നമുക്ക് ലഭിക്കുകയാണ്. ആൻഡ് വി വിൽ ഗെറ്റ് ഫൈനലി d ഈക്വൽ ടു 50 by 5 ദാറ്റ് ഈസ് 10. സോ d 10 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിയുടെ വാല്യൂ 10 എന്നുള്ളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് f is equal to 30 minus 2d, 30 minus 2 into 10 that is 20 equal to
10. സോ ഫസ്റ്റ് ടേം നമുക്ക് 10 എന്ന് ലഭിച്ചു. ഫസ്റ്റ് ടേം 10ഉം കോമൺ ഡിഫറൻസ് ഡിയും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ടേംസ് എഴുതാൻ പറ്റില്ലേ? സോ ഫസ്റ്റ് ടേം 10 ആണ്. നെക്സ്റ്റ് ടേം വിൽ ബി 10 പ്ലസ് കോമൺ ഡിഫറൻസ് 10, ദാറ്റ് ഈസ് 20. ആൻഡ് ദ തേർഡ് ടേം വിൽ ബി 20 പ്ലസ് ഡി 10, അതായത് 30. അങ്ങനെ നമ്മൾ ആദ്യത്തെ 3 ടേംസും എഴുതി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ 3 പാർട്സും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. The angles of a pentagon are in arithmetic sequence. Prove that its smallest angle is greater than 36 degree. ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. സ്മോളസ്റ്റ് ആംഗിൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ആംഗിൾസ് എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ടേം ആയിരിക്കും. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 36നേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ 5 സൈഡുള്ള ഒരു പെൻറ്റഗൺ, സോ 5 ആംഗിൾസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഫോമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരു പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് n-2 ഇൻറ്റു 180 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. സോ 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 180 ദാറ്റ് ഈസ് 540. സോ സം ഓഫ് ഇന്നർ ആംഗിൾസ് 540 എന്ന് ലഭിച്ചു. സോ അങ്ങനെയാണെങ്കിൽ ഈ ടേംസ് ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. സോ നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി ആണ്. കോമൺ ഡിഫറൻസ് ഡി ആണ്. ആൻഡ് നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2d ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ് പ്ലസ് 3d. ആൻഡ് ദ ഫിഫ്ത്ത് ആംഗിൾ, ലാസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4d ആണ്. സോ ഈ 5 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 540 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d പ്ലസ് എക്സ് പ്ലസ് 3d പ്ലസ് എക്സ് പ്ലസ് 4d ഈക്വൽ ടു 540. ദാറ്റ് ഈസ് ഇവിടെ 1 2 3 4 5 5x പ്ലസ് 3 6 10 10d ഈക്വൽ ടു 540 എന്ന് ലഭിച്ചു. ഇവിടെ നമുക്ക് 5 പുറത്തെടുക്കാൻ സാധിക്കും. 5 ഇൻറ്റു എക്സ് പ്ലസ് 2d ഈക്വൽ ടു 540. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2d ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പം ഡിവിഷൻ ആവും. സോ 540 by 5 വിച്ച് ഈസ് ഈക്വൽ ടു 108. സോ നമുക്ക് എക്സ് പ്ലസ് 2d ഈസ് ഈക്വൽ ടു 108 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ 36 ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 36 കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ എക്സിൻ്റെ വാല്യൂ 36 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇഫ് എക്സ് ഈക്വൽ ടു 36 ഡിഗ്രി ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡി? ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 36 പ്ലസ് 2d ഈക്വൽ ടു 108 എന്നാവും. ദെയർഫോർ 2d ഈക്വൽ ടു 108 മൈനസ് 36 ദാറ്റ് ഈസ് 72 എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു 36 എന്ന് ലഭിച്ചു നമുക്ക്. സോ ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36 ആണ്. കോമൺ ഡിഫറൻസും 36 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ആംഗിൾ എക്സ് പ്ലസ് 4d, ഈ ആംഗിൾ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഹിയർ എക്സ് 36 ആണ് ആൻഡ് ഡി 36 ആണ്. ദാറ്റ് ഈസ് 36 പ്ലസ് 4 ടൈംസ് 36 and the answer will be 180. See, last angle 180 degree ആയി. 180 degree എന്ന് പറയുന്നത് ഇതാണ്. സോ അങ്ങനെ ഒരു പോളിഗൺ പോസിബിൾ ആണോ? അങ്ങനെ രണ്ട് സൈഡിൽ 180 ഡിഗ്രി ആംഗിൾ ഇന്നർ ആംഗിൾ വരത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അത് 4 സൈഡഡ് ഫിഗറായി മാറും അല്ലേ? 1 2 3 4 5 ഇതിൻ്റെ ആംഗിൾ 180 ആയിക്കഴിഞ്ഞാൽ ഇതൊരു 4 സൈഡഡ് പോളിഗൺ ആവും. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ ഒരിക്കലും 180 വന്നു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. സോ 36 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ 36നേക്കാളും സ്മോളർ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക.
സോ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 35 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എക്സിന് 35 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 35 പ്ലസ് 2 ടൈംസ് ഡി ഈസ് ഈക്വൽ ടു 108 എന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് ഡി ഈസ് ഈക്വൽ ടു 108 മൈനസ് 35, ദാറ്റ് വിൽ ബി 73 എന്ന് ലഭിക്കും. Once again, so 2d equal to 73 എന്ന് ലഭിച്ചു, and we will get d is equal to 36.5 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിഫ്ത്ത് ആംഗിൾ, അതായത് എക്സ് പ്ലസ് 4dയുടെ വാല്യൂ എന്തെന്ന് ലഭിക്കും? എക്സ് പ്ലസ് 4d വിൽ ബി ഈക്വൽ ടു എക്സ് 35 പ്ലസ് 4 ടൈംസ് കോമൺ ഡിഫറൻസ് 4 ഇൻറ്റു 36.5 ആൻഡ് ദ വാല്യൂ വിൽ ബി 181. അതായത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കും തോറും ഡിയുടെ വാല്യൂ കൂടും. അങ്ങനെ നമുക്ക് ഫിഫ്ത്ത് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180 ഓർ 180യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലഭിക്കുന്നത്. സോ ഒരിക്കലും ഒരു ഇന്നർ ആംഗിൾ 180 അല്ലെങ്കിൽ 180യേക്കാൾ ഗ്രേറ്റർ ആകത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? We can prove that the smallest angle will be greater than 36 degree. സോ ഒരു പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ 36 ആയിരിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ പേജ് 28 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് സം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.